ഹലോ ഹായ് ഞാൻ ഇഷാര ഞാൻ കൃഷ്ണ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ നമ്മുടെ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ എന്തായിരുന്നു നമ്മുടെ ടോപ്പിക്ക് കൗമാരകാലത്തെ പ്രണയം അതെ അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ആളുകളോട് അതിനെപ്പറ്റി ചോദിച്ച് സംസാരിച്ച് അവരുടെ അഭിപ്രായം കൂടി അറിയാൻ പോവാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എന്താ പേര് ഹാഫിസ് കൗമാരകാല പ്രണയത്തെ പറ്റി എന്താ അഭിപ്രായം ടീനേജ് ലവ് ഇതുവരെ അങ്ങനെ പറയാനുണ്ടായില്ല ഇവിടെ ഉണ്ട് ഇവിടെ ചോദിച്ചാൽ ഒക്കെ പറഞ്ഞു ഇല്ല എന്നാലും സത്യം പറഞ്ഞൊരു കാര്യം കണ്ടിട്ട് എന്താ തോന്നുന്നത് എന്താണ് അടിപൊളിയാണെന്ന് വിചാരിക്കുന്നത് ഇല്ല എന്താ അഭിപ്രായം കാര്യമായിട്ട് ഇപ്പം പറഞ്ഞൊരു കറക്റ്റ് ഒരിക്കലും മറക്കാൻ പറ്റൂല. അല്ല ആ സമയത്ത് പ്രണയിക്കുന്നത് നല്ലതാണോ അത് മോശമാണോ അതിപ്പോ എന്റെ പ്രായം കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഓ ശരിയാ ഇപ്പൊ തോന്നുന്നത് നല്ലതാണെന്നാ നല്ലതായിരിക്കും. പേര് പറഞ്ഞോളൂ. പേര് വാസുദേവൻ. വാസുദേവൻ. നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ കൗമാരകാലത്തെ പ്രണയം അതിനെ കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? അത് ഒരു പരിധിയില്ലേ 18 വയസ്സെന്നുള്ള അതെന്ത് ചെയ്യും നിങ്ങൾ കൗമാരകാലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പരിധി ഉണ്ടോ വയസ്സ് കൗമാരം നമ്മളെ ഒരു എന്താ ശാസ്ത്രവിധി പ്രകാരം എത്ര വയസ്സാണ് പറ്റും 13 മുതൽ 19 വരെയാണ് കൗമാരകാലം. ആ കാലത്തിൻ്റെ ഇടയിലുള്ള പ്രണയം അതിനെ കുറിച്ചുള്ള ചേട്ടൻ്റെ അഭിപ്രായം. പക്ഷേ അച്ഛനെയും അമ്മേനെയൊക്കെ കുറച്ച് കുടുംബക്കാരുണ്ടെന്നുള്ളൊരു ചിന്താഗതിയിൽ ആണായാലും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പെരുമാറണം. ആ അപ്പോൾ ആ സമയത്ത് കുറച്ച് ഒരു കൂടുതൽ വേണ്ട. ഇപ്പോഴത്തെ ഡിജിറ്റൽ യുഗമാണ്. അപ്പോൾ അത് എങ്കിലും കൂടിയിട്ട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ കുറച്ച് ഒരു ഏകദേശം എല്ലാ അച്ഛനെയും അമ്മേനെയും പിന്നെ നിരാകരിച്ചിട്ടുള്ള പരിപാടിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ കുറച്ച് അവരെയൊക്കെ ഒന്ന് അംഗീകരിക്കുക. ഇതെങ്ങനെ ഞാൻ ചിന്തിച്ചു. പിന്നെ ഇവർ പക്വത പിന്നെ കൗമാരക്കാരത്തിനെപ്പോൾ ഒരാൾ സ്നേഹിച്ചുകൊണ്ടായി ആ കുട്ടി ഏതെങ്കിലും ഇവിടേക്ക് എത്തിപ്പെട്ട് ചതിപ്പെട്ടു പോയാലോ ഇനി ഈ പയ്യൻ തന്നെ ചതിപ്പെട്ടു പോയാലോ ഇവർ രണ്ടാളും കൂടി പോകുമ്പോൾ ആരെങ്കിലും ചതിപ്പെടുത്തി പിടിമലിയോ കൂടിയാൽ അതൊക്കെ പ്രശ്നം. അപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ നിന്നിപ്പം തട്ടിക്കൊണ്ടുപോകാനോ പിന്നെ വെട്ടിച്ച് കൊണ്ടുപോകാനൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. സെക്കൻഡ് വെച്ചിട്ട് എവിടേക്ക് എത്തും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ പ്രായത്തിൽ ഒരു പ്രണയം ഉണ്ടാവരുത് അതിൻ്റെ ആവശ്യമില്ലാവരുതെന്ന് ഞാൻ പറയില്ല. നല്ല കാര്യമൊക്കെ തന്നെ. പക്ഷെ അതിനൊരു കൺട്രോൾ വേണം. പറഞ്ഞോളൂ. എൻ്റെ പേര് മുരളീധരൻ. സ്നേഹം നല്ലതാണ്. കൗമാര സ്നേഹം നമ്മളൊരിക്കലും അംഗീകരിക്കുന്നില്ല. കാരണം കൗമാരത്തിൽ നമുക്ക് വരുമാനങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രേമാർക്കും പ്രയോഗിക്കുക. പക്ഷേ കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? അവർ പട്ടിണിയായി പോകും. അത് വീട്ടുകാർക്ക് മാത്രമല്ല സമൂഹത്തിനും ബാധ്യതയാവും. അപ്പം സ്വന്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും സ്വന്തം വരുമാനം വേണം. വരുമാനമില്ലാത്ത ഒരാൾ സ്നേഹിക്കാൻ ആർക്കും പറ്റും. ആണിനും പെണ്ണൊക്കെ പറ്റും. പക്ഷേ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം? സ്ഥിരം എന്തെങ്കിലും ഒരു ജോലി വേണം. അത് പ്രത്യേകിച്ച് ആർക്ക് വേണം? ആണിന് വേണം. എങ്കിലേ മുന്നോട്ട് പോകുള്ളൂ. പക്ഷേ സ്ത്രീകൾക്കും വേണം, പെണ്ണിനും വേണം, ആണിനും പെണ്ണും വേണം. വരുമാനമാണ് ഇന്നത്തെ കാലത്ത് മുഖ്യം. എന്താ നിങ്ങളുടെ പേര്? അതിൽ ശിബിലി ജവാദ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കൗമാരകാല പ്രണയം ഉണ്ടല്ലോ ടീനേജ് ലവ് അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ? വളരെ നല്ല അഭിപ്രായമാണ്. അത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവും. പിന്നെ ഈ മാഞ്ഞു പോകും. ഓക്കെ. അല്ല ആ ഒരു സമയത്ത് പ്രണയിക്കുന്നത് നല്ലതാണോ മോശമാണോ? നല്ലതാണോന്ന് വെച്ചാൽ അല്ല എന്താ അഭിപ്രായം? അത് വെറുതെയാണ്. പ്രായത്തിന്റെ പക്വത വരണമെങ്കിൽ കുറച്ചുകൂടി സമയം എടുക്കണം. ടൈം എടുത്തിട്ട് പിന്നെ അതിൽ പറഞ്ഞെടുക്ക് ഓങ്കാണ് ഇല്ല കിട്ടിയിട്ടില്ല, കിട്ടാൻ പോണുള്ളൂ. കേക്കണ്ട അവിടെ ഉണ്ടാവും. എന്താ അഭിപ്രായം? ഓക്കെ. അപ്പൊ ആ സമയത്ത് പ്രേമിക്കണ്ട, കുറച്ചുകൂടി വെയിറ്റ് അല്ല പ്രേമിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അത് കുറച്ചും കൂടി കഴിഞ്ഞ് ഡെവലപ്പ് ആയിട്ട് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ആലോചിച്ചിട്ട് തീരുമാനത്തെടുക്കേണ്ടതാണ്. ചേട്ടാ ഈ കൗമാരകാല പ്രണയം ഉണ്ടല്ലോ ടീനേജ് ലവ്, അതായത് ഒരു 12 വയസ്സിനും 19 വയസ്സിനൊക്കെ ഇടയിലുള്ള 20 വയസ്സ് താഴെയുള്ളവർ, അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അതിനെപ്പറ്റി അഭിപ്രായം തന്നെ നല്ലൊരു മെസ്സേജ് അല്ലല്ലോ ഇത്. കാരണം എന്ന് പറയുക ചെറുപ്പത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ ബാലപ്രായമല്ലേ. ആ ടൈമിൽ നിന്ന് കൗമാരപ്രായത്തിൽ നിന്ന് പ്രേമിക്കുക ലവെന്ന് പറഞ്ഞാൽ ശരിയുള്ളതല്ല. കുട്ടികൾക്കൊരു പക്വത വരണമെങ്കിൽ 10-20 വയസ്സുകളാണ്. പ്രേമം എന്താണെന്ന് ഇപ്പോഴത്തെ കുട്ടികൾ യൂട്യൂബിൽ കൂടെ എല്ലാം കണ്ട് എല്ലാം മനസ്സിലാക്കുന്ന പിള്ളേരാണ്. അപ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നല്ലതല്ല അത് എന്നുള്ളതാണ് അത്. തമ്മിൽ ഇഷ്ടപ്പെട്ട് നടക്കാനുള്ള കുഴപ്പമില്ല. കരക്ക് അറിയുമ്പോൾ അതിനനുസരിച്ചുള്ള നല്ലതാണെന്ന് വെച്ചാൽ ചിലർക്ക് നല്ലതാവും.
ഓ കഴിഞ്ഞു കൃഷ്ണു. വല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതെ അതെ, എന്താ നിന്റെ അഭിപ്രായം? എനിക്കത് ആദ്യം അറിയണം. മറുപടി കേട്ട് ഞാൻ കുഴങ്ങി. ഇതിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കൗമാരകാലത്തെ പ്രണയം അത് നമ്മൾ അനുഭവിക്കണം. നമ്മൾ അനുഭവിച്ചിട്ട് തന്നെ വേണം പോകാൻ. കാരണം എന്താ വെച്ചാൽ ഈ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും അനുഭവങ്ങളാണ്. ഈ പ്രായം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ കൗമാരകാലത്തെ പ്രണയം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അത് ആ സമയത്ത് അനുഭവിച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഓർക്കാനൊരു നിമിഷമാവുള്ളൂ. അതിൻ്റെ കൂടെ നമ്മളൊരു വിവാഹം കഴിഞ്ഞ് നമുക്ക് മക്കളുണ്ടാകുമ്പോൾ അവർക്ക് ആ സമയത്ത് അതിനെന്തെങ്കിലും ഉപദേശം അല്ലെങ്കിൽ അതിന് പറ്റിയ നമുക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ നമുക്കത് അനുഭവിച്ചെങ്കിൽ മാത്രമേ നല്ലൊരു അഭിപ്രായം പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ആ പ്രായത്തിൽ പ്രണയിക്കണം. പക്ഷേ ആ പ്രണയത്തിന് പരിധിയാണെന്ന് നമ്മളെ വീഡിയോയിലുള്ള പല ആൾക്കാരും അഭിപ്രായം പറഞ്ഞു. ശരിക്കും അങ്ങനെ തന്നെ വേണ്ടത്. അത് ഒരു പരിധിക്കുള്ളിൽ നിൽക്കണം. അതായത് ആ പ്രായം നമുക്ക് നമ്മളെ നിയന്ത്രണത്തിൽ നിൽക്കാത്തൊരു പ്രായമാണ്. എപ്പോഴും അതിനൊരു പരിധി വെക്കാൻ നമുക്ക് സാധിക്കണം. നമുക്കെന്ന് പറഞ്ഞാൽ ആ പ്രായത്തിലുള്ളവർക്ക് സാധിക്കണം. അതിനുള്ള ശ്രദ്ധ നമ്മളെ വീട്ടുകാരുടെ കയ്യിൽ നിന്നും പാരൻസിൻ്റെ കയ്യിൽ നിന്നും ഉണ്ടായിരിക്കും വേണം. അതാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ. ഓക്കെ, ഈ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ കൗമാരകാല പ്രണയം വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഒരു 13, 14, 15 എന്ന് വെച്ചാൽ ചെറിയ കുട്ടികളാണ്. 16, 17, 18, 19 ഉണ്ടല്ലോ. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. അല്ല, ആൾക്കാരെ അനുസരിച്ച് വ്യത്യാസം വന്നിരിക്കും. എന്നാലും കുറച്ചൊരു ടൈം വേസ്റ്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഇത് ഫീൽ ചെയ്തത്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പഠിക്കേണ്ട, കുറച്ചും കൂടി നമ്മളെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു സമയമാണ്. കുറച്ചും കൂടി ഇമോഷണൽ മെച്യൂരിറ്റി നമുക്ക് തന്നെ കൊണ്ടുവരേണ്ട ഒരു സമയമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതുകൊണ്ട് ഞാൻ നോക്കുവാണെങ്കിൽ, പറയുകയാണെങ്കിൽ, എന്നോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ അഥവാ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് എങ്ങനത്തെയാണെന്നും കൂടി നിങ്ങൾ നോക്കണം. അതായത് നമ്മളെ തളർത്തുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്രോത്തിനെ ഇൻ്റർഫിയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു റിലേഷൻ ആണെങ്കിൽ അതിനപ്പം തന്നെ ഒരു നോ പറയണം. അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിലും നമ്മൾ ചെന്ന് ചാടാൻ പാടില്ല. പക്ഷെ അത് നിങ്ങളെ കുറച്ചും കൂടി വളർത്തുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കത് സപ്പോർട്ടീവായിട്ടുള്ള, നിങ്ങളെ കുറച്ചും കൂടി ഒന്ന് ചെറിഷ് ചെയ്യുന്ന ടൈപ്പായിട്ടുള്ള ഒരു റിലേഷൻ ആണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാം. നല്ല വഴിക്ക് കൊണ്ടുപോവുകയാണ്, നല്ലൊരു അനുഭവം വേണം, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ യെസ് ടു ടീനേജ് ലവ്. പിന്നെ എല്ലാം പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ. വേറെ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടെങ്കിൽ എനിക്കതിൽ യാതൊരു പ്രശ്നമില്ല. ഇനി എനിക്കൊരു ചാൻസ് കിട്ടിയാൽ ഓഫ് കോഴ്സ് നോ ടു ടീനേജ് ലവ്. ഇനി എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ എന്തായാലും ഒരു തവണ കൂടി ടീനേജ് ലവ് അനുഭവിക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.